ചുരുങ്ങിയ സമയം ചുരുങ്ങിയ വാക്കുകൾ. ഇന്ത്യ പാക് സൂപ്പർ പോരാട്ടം ഇന്ന് ദുബായിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ 241 റൺസിന് എല്ലാവരും പുറത്തായപ്പോൾ മറുപടി ബാറ്റിംഗിലിറങ്ങിയ ടീം ഇന്ത്യ 36 ഓവറിൽ 200 റൺസ് പിന്നിട്ടിരിക്കുന്നു. ഇന്ത്യക്ക് വേണ്ടി ഓപ്പണിംഗിൽ രോഹിത് ശർമ്മ 20 റൺസുമായി പുറത്തായി. ശുഭ്മാൻ ഗിൽ 46 റൺസ് എടുത്തും പുറത്തായി. രണ്ടുപേരുടെയും വിക്കറ്റ് എടുത്ത പാകിസ്ഥാൻ ബോളേഴ്സ് മികച്ച ബോളിംഗാണ് ആ 2 ബോളുകൾ കാഴ്ചവെച്ചത്. പക്ഷേ ആ 2 ബോളുകളിൽ മാത്രമേ പാകിസ്ഥാന് ആശ്വസിക്കാനുള്ള വകയുണ്ടായുള്ളൂ. ഇന്ത്യക്ക് ആശ്വാസമേകൊണ്ട് ഇന്ത്യയുടെ സ്റ്റാർ ബാറ്റർ കിങ് കോഹ്ലി തൻ്റെ പ്രതാപകാലത്തേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. 81 റൺസുമായി കോഹ്ലി പുറത്താകാൻ നിൽക്കുന്നു. കോഹ്ലിക്കൊപ്പം ഇന്ത്യയുടെ സ്റ്റാർ ബാറ്റർ ശ്രേയസ് അയ്യർ 50 റൺസുമായും പുറത്താകാതെ ക്രീസിലുണ്ട്. മത്സരം പുരോഗമിക്കുമ്പോൾ 37 ഓവറിൽ 202 റൺസുമായി ഇന്ത്യ വിജയത്തിന് തൊട്ടടുത്തെത്തി നിൽക്കുന്നു. ഇന്ത്യക്കും വിജയത്തിനുമിടയിൽ ഇനി വെറും 39 റൺസ് മാത്രം. ഒരിക്കൽ കൂടി ദുബായിലെ ആരാധകരെ സന്തോഷത്തിൽ ആറാടിച്ചുകൊണ്ട് പാകിസ്ഥാനെതിരെ വിജയ വഴിയിലെത്താൻ ടീം ഇന്ത്യ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. ടീം ഇന്ത്യയുടെ വിജയത്തിനായി നമുക്ക് കാത്തിരിക്കാം. ചുരുങ്ങിയ നിമിഷങ്ങൾ മാത്രം, ചുരുങ്ങിയ ഓവറുകൾ മാത്രം. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കും ആശ്വസിക്കാനുള്ള വകയുണ്ട്. 2017 ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാനോടൊറ്റ പരാജയത്തിൻ്റെ മധുര പ്രതികാരമായി ഇന്ത്യക്ക് ഈ മത്സരത്തെ മാറ്റാൻ സാധിച്ചു എന്നാണ് ഈ മത്സരം ഇതുവരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീ ഉണ്ടകളായ പാകിസ്ഥാൻ ബോളർമാർക്ക് യാതൊരുവിധ ആശ്വാസവും നൽകാത്ത പ്രകടനമാണ് നമ്മുടെ ബാറ്റ്സ്മാൻമാരുടെ ഭാഗത്ത് നിന്നും ഇന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്.